Good morning, students. Welcome to Political Science class 6. Today we are going to study a remaining part of the lesson, rural livelihoods. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റൂറൽ ലൈവ്ലിഹുഡ്സിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് പഠിച്ചത്. ഇന്നതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കൽപ്പറ്റൂർ വില്ലേജിനെ കുറിച്ച് പഠിച്ചു. അപ്പം ആ കൽപ്പറ്റൂർ വില്ലേജിൽ ജോലി ചെയ്യുന്ന തുളസി എന്ന ഒരു സ്ത്രീയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനിയും നമുക്കതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗം നോക്കാം. As you saw in Tulasi's story, poor families in rural areas often spend a lot of time every day collecting firewood, getting water and grazing their cattle. അപ്പം നമ്മൾ തുളസിയുടെ സ്റ്റോറി കണ്ടു അല്ലേ? അതുപോലെ ഗ്രാമത്തിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ ഫയർവുഡ് കളക്ട് ചെയ്യുകയും വാട്ടറൊക്കെ എടുക്കുകയും അവരെ നാൽക്കാലികളെയൊക്കെ മേയിച്ചുകൊണ്ട് ആണ് ജീവിക്കുന്നത്. അപ്പോൾ തുളസിക്ക് ലാൻഡ് ഉണ്ടായിരുന്നു? ഇല്ല, രാമലിംഗത്തിൻ്റെ ലാൻഡിലായിരുന്നു അവർ ജോലി ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾ അവരുടെ തന്നേതായ കുറേ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഫയർവുഡ് കളക്ട് ചെയ്യുകയും വാട്ടർ എടുക്കാനൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്താൽ അവർക്ക് പൈസ ലഭിക്കത്തില്ല അല്ലേ? ഈവൻ ദോ ദേ ഡു നോട്ട് ഏൺ എനി മണി ഫ്രം ദീസ് ആക്ടിവിറ്റീസ്. ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്താലും അവർക്ക് പൈസ ഒന്നും ലഭിക്കുന്നില്ല. എങ്കിൽ പോലും ഇപ്പം ഇവർക്ക് ജീവിക്കണമെങ്കിൽ ഇതൊക്കെ ചെയ്യണം അല്ലേ? ഇപ്പം ടു ഡു ദം ഫോർ ദ ഹൗസ് ഹോൾഡ്, അവരുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ആക്ടിവിറ്റീസൊക്കെ. ദ ഫാമിലി നീഡ്സ് ടു സ്പെൻഡ് ടൈം ഡൂയിങ് ദിസ് ആസ് ദേ ആർ നോട്ട് ഏബിൾ ടു സർവൈവ് ഓൺ ദി ലിറ്റിൽ മണി ദെൻ ഏൺ. അപ്പം ഇവർക്ക് ഈ കുറച്ച് പൈസയല്ലേ ഉള്ളൂ, ആ പൈസ കൊണ്ട് വേണം ഇവർക്ക് ജീവിക്കാൻ. നിയർലി 2/5 ഓഫ് ഓൾ റൂറൽ ഫാമിലീസ് ആർ അഗ്രികൾച്ചറൽ ലേബേഴ്സ് ഇൻ അവർ കൺട്രി. ഇപ്പം നമ്മുടെ രാജ്യത്ത് തന്നെ എല്ലാ അതായത് റൂറൽ ആൾക്കാരെ നോക്കിയാൽ തന്നെ അതിൽ 2/5 ആൾക്കാർ ജോലി ചെയ്യുന്നത് അഗ്രികൾച്ചറിലാണ് അല്ലേ? അപ്പം there are some who have small plots of land while others like തുളസി are landless. അപ്പം തുളസിയെ പോലെ ചിലർക്ക് കുറച്ച് ഭൂമികളൊക്കെ കാണും, ചിലർക്ക് ലാൻഡൊന്നും ഇല്ല. ഓക്കെ, നോട്ട് ബീങ് ഏബിൾ ടു ഏൺ മണി ത്രൂ ഔട്ട് ദ ഇയർ ഫോഴ്സസ് people in many rural areas to travel long distances in search of work. This travel or migration takes place during particular seasons. അപ്പം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടതാണല്ലേ? അപ്പോൾ ത്രൂ ഔട്ടായിട്ട് അവർക്ക് ജോലി ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഒരു വയലിൽ ത്രൂ ഔട്ടായിട്ട് അവർക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. ഫുൾ ഇയർ അവർക്ക് ജോലി ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിനുവേണ്ടി അവർ പിന്നെ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്ത് വേറെ ജോലിക്കായിട്ട് പോകും അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആളുടെ നോക്കിയേ. ഇനി ശേഖറിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. വി ഹാവ് ടു ക്യാരി ദിസ് പാഡി ടു അവർ ഹൗസ്. മൈ ഫാമിലി ഹാസ് ജസ്റ്റ് ഫിനിഷ്ഡ്. അപ്പം അടുത്തത് ഇനി നമ്മൾ ശേഖറിൻ്റെ സ്റ്റോറിയാണ് പഠിക്കാൻ പോകുന്നത് അല്ലേ? ഇപ്പം തുളസി എന്ന് പറയുന്നത് വേറൊരാളുടെ ഫാമിൽ ജോലി ചെയ്യുന്ന അഗ്രികൾച്ചർ ലേബറാണ്. എന്നാൽ ശേഖറാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാമിൽ തന്നെ ജോലി ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ലാൻഡിൽ തന്നെ ജോലി ചെയ്യുന്നു. ഓക്കെ, വി ഡോണ്ട് ഓൺ മച്ച് ലാൻഡ്, ഓൺലി 2 acres. We manage to do all the work on our own. At times, especially during the harvest, I take the help of other small farmers and in turn help them harvest their field. അപ്പം അദ്ദേഹത്തിൻ്റെ ഫീൽഡിൽ തന്നെയാണ്, ലാൻഡിൽ തന്നെയാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അപ്പം ഹാർവസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഫീൽഡിൽ. ഇവർക്ക് പാടിയൊക്കെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകണം അല്ലേ? അദ്ദേഹത്തിന് എത്ര ഏക്കർ സ്ഥലമുണ്ട്? 2 ഏക്കർ സ്ഥലം മാത്രമേ ഉള്ളൂ.
എല്ലാ ജോലികളും അദ്ദേഹത്തിൻ്റെ ഫാമിൽ കൂടിയാണ് ചെയ്യുന്നത്. പിന്നെ ചെറിയ ചെറിയ ഫാമേഴ്സ് ഒക്കെ ഉണ്ട്. അവർ ഹാർവസ്റ്റ് ടൈമിൽ സഹായിക്കും. മറ്റുള്ളവരെ അദ്ദേഹം തിരിച്ചും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ. ദ ട്രേഡർ ഗേവ് മീ seeds and fertilizers as a loan. They pay back this loan. I have to sell my paddy to him at a somewhat lower prices than what I would get in the market. He has sent his agent to remind farmers who have taken loans that they will sell the paddy only to him. അപ്പം അദ്ദേഹത്തിൻ്റെ പാഡി കൃഷി ചെയ്യുവാനുള്ള സീഡ്സും ഫെർട്ടിലൈസേഴ്സും ഒക്കെ ഒരു ട്രേഡറിൻ്റെ അടുത്ത് നിന്നും ലോണ് എടുത്താണ് വാങ്ങിക്കാറുള്ളത്. അപ്പം ലോൺ തിരിച്ചടയ്ക്കാൻ അദ്ദേഹത്തിൻ്റെ കൃഷി ചെയ്ത് കിട്ടിയ പാഡി ട്രേഡറിന് കൊടുക്കുന്നു. പക്ഷേ ട്രേഡർ കുറച്ച് പൈസയെ കൊടുക്കത്തുള്ളൂ. ശരിക്കുമുള്ള മാർക്കറ്റ് പ്രൈസ് ഒന്നും കൊടുക്കാറില്ല. അതിലും കുറച്ചാണ് ട്രേഡർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ഏജൻറ്റുമാരെയൊക്കെ ഓർമ്മിപ്പിക്കും, കൃഷിക്കാരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവിടുന്ന് ലോൺ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പാടിയൊക്കെ ഈ ട്രേഡറിന് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം അവരെ ഓർമ്മിപ്പിക്കാറുണ്ട്. ഓക്കെ. ഐ വിൽ പ്രോബബ്ലി ഗെറ്റ് 60 bags ഓഫ് പാടി ഫ്രം മൈ ഫീൽഡ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫീൽഡിൽ നിന്ന് 60 bags പാടിയാണ് ലഭിച്ചത്. സം ഓഫ് ദിസ് ഐ വിൽ സെൽ ടു സെറ്റിൽ ദ ലോണ്. കുറച്ച് ട്രേഡറിന് കൊടുക്കണം, ലോൺ എടുത്തിട്ടില്ലേ. അപ്പം ബാക്കി അദ്ദേഹം ദ റെസ്റ്റ് വിൽ ബി യൂസ്ഡ് ഇൻ മൈ ഹൗസ്. ബാക്കി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്നു. ബട്ട് വാട്ട് എവർ ഐ ഹാവ് വിൽ ലാസ്റ്റ് ഓൺലി 8 months. സോ ഐ നീഡ് ടു ഏൺ സം മണി. അപ്പോൾ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ സൂക്ഷിക്കുന്ന പാടി 8 മാസം മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം കുറച്ചുകൂടി പൈസ ഉണ്ടെങ്കിൽ 1 വർഷത്തേക്ക് അദ്ദേഹത്തിന് ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഐ വർക്ക് ഇൻ രാമലിംഗംസ് റൈസ് മില്ല്. ഹിയർ ഐ ഹെൽപ്പ് ഹിം കളക്ട് പാടി ഫ്രം അതർ ഫാമേഴ്സ് ഇൻ ദി നെയ്ബറിംഗ് വില്ലേജസ്. അപ്പം അതിനുവേണ്ടി അദ്ദേഹം രാമലിംഗത്തിൻ്റെ റൈസ് മില്ലിൽ ജോലി ചെയ്യുന്നു. അടുത്ത ഗ്രാമത്തിലുള്ള ഫാർമേഴ്സിൻ്റെ കയ്യിൽ നിന്നും പാടി കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ട് കൊടുക്കുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ജോലി. ഓക്കെ. ഓക്കെ. വി ഓൾസോ ഹാവ് എ ഹൈബ്രിഡ് കൗ. അതുപോലെ തന്നെ ഇവർക്കൊരു പശുവുണ്ട് അല്ലേ. വി സെൽ ഇൻ ദി ലോക്കൽ മിൽക്ക് കോപ്പറേറ്റീവ്. ദിസ് വേ വി ഗെറ്റ് എ ലിറ്റിൽ എക്സ്ട്രാ മണി ഫോർ അവർ എവറിഡേ നീഡ്സ്. അപ്പം അതിൻ്റെ പാല് മിൽക്ക് കോപ്പറേറ്റീവ് കൊണ്ട് കൊടുത്തിട്ട് ആ പൈസ കൊണ്ടാണ് അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നത്. ഓക്കെ. അടുത്ത ഓൺ ബീയിങ് ഇൻ ഡെപ്റ്റ്. As you have read above, very often farmers like Segar need to borrow money to purchase basic things like seeds, fertilizers and pesticides. അപ്പം ചില ഫാർമേഴ്സിന്, അതായത് ശേഖറിനെ പോലുള്ള ഫാർമേഴ്സിന് പൈസ കടം വാങ്ങിയാലേ ഈ പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും ഒക്കെ വാങ്ങിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഓഫൺ ദേ ബോറോ ദേ മണി ഫ്രം മണി ലെൻഡേഴ്സ്. If the seeds are not of good quality or pests attack their crops, there can be a major crop failure. അപ്പോൾ ഇവർ ഇതിന് വേണ്ടിയിട്ട് എന്താണ്, മണി ലെൻഡേഴ്സിൻ്റെ നിന്ന് പൈസ കടം വാങ്ങിക്കുന്നു. പക്ഷേ ഇവർ അതുകൊണ്ട് വാങ്ങിക്കുന്ന സീഡ്സൊക്കെ നല്ല ഗുഡ് ക്വാളിറ്റിയും ഈ പെസ്റ്റൊക്കെ അറ്റാക്ക് ചെയ്യുകയൊക്കെ ചെയ്താൽ വലിയ നാശമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവർക്ക് പൈസ തിരിച്ചടയ്ക്കാനായിട്ട് പറ്റാതെ വരും. The crops can also be ruined if the monsoon does not bring enough rain. When this happens, farmers sometimes are unable to pay back their loans, and for the family to survive, they may even have to borrow more money. Soon the loans become so large that no matter what they earn, they are unable to repay. അപ്പോൾ അതുപോലെ തന്നെ ക്രോപ്സൊക്കെ നശിക്കുന്നതിന് മറ്റൊരു കാരണം മൺസൂണിൻ്റെ കാലത്ത്, അതായത് മഴ ലഭിക്കുന്നില്ല എങ്കിൽ ക്രോപ്സ് ഫെയിലർ സംഭവിക്കും. അപ്പോൾ അവർക്ക് ലോണൊന്നും തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരും. 1 വർഷത്തേക്ക് കൃഷി നശിച്ചു പോയാൽ അവർക്ക്
ജീവിക്കാൻ വേണ്ടി അവരെന്നാ ചെയ്യും, വീണ്ടും വീണ്ടും ലോൺ എടുക്കുന്നു. അപ്പോൾ അങ്ങനെ ലോൺ എടുക്കുമ്പോൾ ലോൺ ഇങ്ങനെ ഒത്തിരി എടുത്തു കഴിയുമ്പോൾ അവർക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരും. This is when we have said they are caught in debt. In recent years, this has become a major cause of distresses among farmers. In some areas, this has also resulted in many farmers committing suicide. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് പറയാം ഫാർമേഴ്സൊക്കെ ഭയങ്കര കടക്കണിയിലാവും അല്ലേ. അപ്പോൾ മിക്ക ഫാർമർമാരും സൂയിസൈഡൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ കാരണമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത നോക്കി രാമലിംഗം ആൻഡ് കറുത്തമ്മ. ഇൻ അഡീഷൻ ടു ലാൻഡ്, രാമലിംഗംസ് ഫാമിലി ഓൺ എ റൈസ് മിൽ ആൻഡ് ഷോപ്പ് സെല്ലിംഗ് സീഡ്സ്, പെസ്റ്റിസൈഡ്സ് എക്സെട്ര. For the rice mill, they used some of their own money and also borrowed from the government bank. They buy paddy from within the village and from surrounding villages. The rice that is produced in the mill is sold to traders in nearby towns. This gives them a substantial income. ഓക്കെ, അപ്പം രാമലിംഗത്തിന് സ്വന്തമായിട്ട് ഭൂമിയുണ്ട്, അതുപോലെ റൈസ് മില്ലും സീഡ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ വിൽക്കുന്ന ഷോപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ റൈസ് മില്ലിന് വേണ്ടി അവരുടെ കയ്യിൽ കുറച്ച് പൈസ ചിലവാക്കിയിട്ടാണ് റൈസ് മില്ല് ഉണ്ടാക്കിയത്. ബാക്കി അവർ ഗവൺമെൻറ് ബാങ്കിൽ നിന്നും പൈസ ലോൺ എടുത്തിട്ടുണ്ട്. അപ്പം അതിനുവേണ്ടി അവർ പാഡിയൊക്കെ അവരുടെ സ്വന്തം വില്ലേജിൽ നിന്നും അടുത്തുള്ള വില്ലേജിൽ നിന്നും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം തുടർന്ന് ഇവിടെ നിന്ന് റൈസ് മില്ലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന റൈസ് അടുത്തുള്ള ടൗണിലെ ട്രേഡേഴ്സിനാണ് വിൽക്കുന്നത്. അവർക്ക് അതിൽ നിന്നും കുറച്ച് ഇൻകമൊക്കെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത നോക്കിയേ, ടെറസ് ഫാമിംഗ് ഇൻ നാഗാലാൻഡ്. ദിസ് ഈസ് എ വില്ലേജ് കോൾഡ് ചിരാമി വിച്ച് ഈസ് ഇൻ പീക്ക് ഡിസ്ട്രിക്ട് ഇൻ നാഗാലാൻഡ്. അപ്പം ചിസാമി എന്ന് പറയുന്ന വില്ലേജിനെ കുറിച്ച് നോക്കാം നമുക്ക്. നാഗാലാൻഡിലാണ് ഈ വില്ലേജ് ഉള്ളത്. അപ്പം ദ പീപ്പിൾ ഓഫ് ദീസ് വില്ലേജസ് ബിലോങ്ങിങ് ടു ദ ചക്കേസാങ്, അതായത് ചക്കേസാങ് കമ്മ്യൂണിറ്റിയിൽ, ഇവിടുത്തെ ജനങ്ങൾ ചക്കേസാങ് കമ്മ്യൂണിറ്റിയിൽ പെട്ടവരാണ്. അവർ എങ്ങനെയാണ് ടെറസ് കൾട്ടിവേഷനാണ് ചെയ്യുന്നത്. They do terrace cultivation. This means that the land on the hill slope is made into flat plots and carved out in steps. The sides of each plots are raised in order to retain water. This allows water to stand in the field, which is best for rice cultivation. അപ്പോൾ ഈ നാഗാലാൻഡിലെ ഭൂമിയൊക്കെ എങ്ങനെയാണ്, ഹിൽ സ്ലോപ്പാണ് അല്ലേ. അവിടെയാണ് അവർ കൃഷി ചെയ്യേണ്ടത്. അപ്പോൾ ചെറിയ കുന്നിൽ ഇവർക്ക് കൃഷി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവരിത് സ്ലോപ്പായിട്ടുള്ള ഒരു പ്രദേശം, അതായത് പ്ലോട്ടാക്കി മാറ്റണം. ഈ പ്ലോട്ടിൻ്റെ സൈഡൊക്കെ എന്താണ് റേസ് ചെയ്തിട്ടുണ്ട്, അതായത് മണ്ണൊക്കെ ഇട്ട് ശരിയാക്കി പൊക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം കെട്ടിക്കിടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വെള്ളം നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടി എന്നിട്ടാണ് അവരവിടെ റൈസ് കൾട്ടിവേഷൻ അവിടെ നടത്തുന്നത്. അപ്പം അങ്ങനെയാണ് അവർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. Okay, the people of ചിസാമി have their own individual fields. അപ്പം ഇവിടുത്തെ ജനങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലമുണ്ടെങ്കിലും but they also work collectively in each other's field. They form groups of 6 or 8 and take an entire mountain side to clean the weeds on it. അപ്പം അവർ ഭൂമി ഉണ്ടെങ്കിൽ അവർ മറ്റുള്ളവരുടെ സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അവർ 5-6 ഗ്രൂപ്പായിട്ടൊക്കെ തിരിഞ്ഞ് ആണ് എല്ലാ ക്ലീനൊക്കെ ചെയ്യുകയും ജോലിയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.